അപ്പോൾ വിഴിഞ്ഞത്തുനിന്ന് വരുന്നൊരു ചെറിയ കൊച്ച് ചെറുക്കന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരാളായി മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ ഒരു വലിയൊരു ഗൂസ് ബംസ് തരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ സ്പോർട്സ് ഒരു ടൈം പാസ് ആയാലും അതൊരു ടൈം പാസ് തന്നെ ആയിരിക്കും. ഒരു സ്പോർട്സ് എന്ന് വെച്ചാൽ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കണമെന്നാണ് എൻ്റെ ഒരു ഫീല് തോന്നുന്നത്. ഓർമ്മയുണ്ടോ? അടിപൊളി. എൻ്റെ ടീഷർട്ടൊക്കെ കണ്ടിട്ട് എന്തോ ഫസ്റ്റ് ഇന്റർനാഷണൽ സഞ്ജു പോവാണ് സിമാം സീരീസിനുള്ള. അപ്പോൾ 10 വർഷം മുമ്പ് ഇപ്പോൾ ഇന്നലെയാണ് ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വന്നത്. 10 years ago യു ആർ വിത്ത് സഞ്ജു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഭയങ്കര പ്രൗഡ് തോന്നി. അപ്പോൾ സഞ്ജുവിൻ്റെ യാത്ര അവിടെ നിന്ന് തുടങ്ങി ടീം ഇന്ത്യയുടെ ലോകകപ്പ് സ്ക്വാഡ് വരെ ലോകകപ്പ് വരെ നേടാൻ കഴിഞ്ഞു. അപ്പോൾ പ്രതിഭകൾക്ക് മഞ്ഞമില്ലാത്ത ഇന്ത്യൻ ടീമിൽ കയറി പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, വലിയ റിസ്ക്കുള്ള കാര്യമാണ്. അതിൽ 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാൻ കഴിയാന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. ഈ ഒരു ജേർണി ത്രൂ ഔട്ട് എങ്ങനെയാണ് കാണുന്നത് നീലക്കുപ്പായത്തിൽ? ജേർണി ഭയങ്കര എക്സ്പെക്റ്റേഷനോടെ തുടങ്ങിയ ഒരു ജേർണിയാണ്. അപ്പോൾ വിഴിഞ്ഞത്തുനിന്ന് വരുന്നൊരു ചെറിയ കൊച്ച് ചെറുക്കന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരാളായി മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ ഒരു വലിയൊരു ഗൂസ് ബംസ് തരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും കൂടെ നിൽക്കുന്നവരൊക്കെ അത് കുറച്ച് പാടാണല്ലോ, അതെങ്ങനെ പറ്റും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ചുറ്റിലുള്ള എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് അവരെല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് എന്നെ അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡ്രീംസ്. നമ്മൾ ഡ്രീംസ് ഉറപ്പായിട്ട് നമുക്ക് ഡ്രീം എന്ന് പറയുന്ന വാക്കേ അങ്ങനെയാണല്ലോ, നമ്മൾ കുറച്ച് വിചാരിക്കാത്ത ഒരു സംഭവം മനസ്സിലുണ്ടാകുമ്പോഴാണ് അത് ഡ്രീം എന്നെല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത വരുമ്പോൾ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉറപ്പായിട്ടും കുറേ സെറ്റ് ബാക്സ് ഉണ്ടാകും, കുറേ ഫെയിലിയേഴ്സ് ഉണ്ടാകും, കുറേ സംശയങ്ങളുണ്ടാകും, കുറേ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ നേരിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം ദൈവം സഹിച്ച് എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു മെമ്മറീസാണ്. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കുറേ സ്ട്രെങ്സ്, കുറേ അവെയർനെസ് എൻ്റെ ശരീരത്തിനെ പറ്റി, എൻ്റെ മനസ്സിനെ പറ്റി, ഞാൻ ചിന്തിക്കുന്ന രീതികളെ പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ ജേർണിയിലൂടെ. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സാണ് ഞാൻ കരുതുന്നത്. ഉറപ്പായിട്ടും കുറേ നല്ല കോൺട്രിബ്യൂഷൻ എൻ്റെ കൺട്രിക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിയും വലിയൊരു അച്ചീവ്മെൻറ്റ്സ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഇൻറ്റേർണലി ഞാൻ ആസ് എ ഹ്യൂമൻ ബീങ് വളർന്നെന്നുള്ളൊരു രീതി എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും എൻ്റെ അവസാനത്തെ ദിവസം വരെ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയാണ് എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്നത് എൻ്റെ ഈ ജേർണിയിൽ. പാരമ്പര്യം നമുക്കിപ്പോൾ 2 ഒളിമ്പിക്സ് മെഡൽ നേടിയ ശ്രീജേഷ് നമുക്കുണ്ട്, എം വിജയൻ ഉൾപ്പെടെ സഞ്ജു, ശ്രീശാന്ത്, അഞ്ജു ബോബി ജോർജ്, പി.ടി. ഉഷ അടക്കമുള്ള ലെജൻസ് നമുക്ക് ഒരുപാടുണ്ട്. ആ ഒരു കായിക പാരമ്പര്യം പിന്തുടരാൻ വേണ്ടി പുതിയ ജനറേഷനിലെ കുട്ടികളോട് സഞ്ജുവിന് എന്താണ് ഒരു ഇത് പറയാനുള്ളത്? ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ സ്പോർട്സ് ഒരു ടൈം പാസ് ആയാലും അതൊരു ടൈം പാസ് തന്നെ ആയിരിക്കും. ഒരു സ്പോർട്സ് എന്ന് വെച്ചാൽ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കണമെന്നാണ് എൻ്റെ ഒരു ഫീല് തോന്നുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഇന്ന് സ്പോർട്സിന് വേണ്ടി എന്ത് ചെയ്യണം, ഇന്ന് ക്രിക്കറ്റിന് വേണ്ടി എന്ത് ചെയ്യണം, ഓക്കെ രാവിലെ ജിമ്മിൽ പോകാം, രാവിലെ ജിമ്മിൽ പോയിട്ട് ബോഡി കറക്റ്റായിട്ട് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാം, അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണം, അത് കഴിഞ്ഞ് വൈകിട്ട് ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പോകണം, അത് കഴിഞ്ഞ് റിക്കവറി ചെയ്യണം. അപ്പോൾ ഒരു ലൈഫ് ഫുള്ളും സ്പോർട്സിനെ റിവോൾവ് ചെയ്തിരിക്കുന്ന ഒരു ലൈഫാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കും സമയവും അത്രയ്ക്ക് ഡെഡിക്കേഷനും നമ്മൾ സ്പോർട്സിന് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ സ്പോർട്സ് നമ്മൾ തിരിച്ച് സ്നേഹിച്ച് തുടങ്ങും എന്നുള്ളൊരു പാഠമാണ് എന്നെ സ്പോർട്സ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ യങ്സ്റ്റേഴ്സ് ചെറുതായിട്ടൊന്ന് മനസ്സിൽ വച്ചിരിക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ എന്നുള്ളൊരു ഫീൽ എപ്പോഴും തോന്നിയിട്ടുണ്ട്.